ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് ഒരു പ്രോൺസ് വെച്ചിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വാട്ടോ. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനായിട്ട് പ്രോൺസ് എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു 15 മിനിറ്റ്സ് വെച്ചു. അതിനുശേഷം പാൻ എടുത്തു. ഇവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ബട്ടർ ഇട്ട് കൊടുത്തു. അപ്പം ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് പ്രോൺസ് നേരത്തെ മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടെ ആക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് നമുക്ക് ഇതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. എന്നിട്ട് നമുക്കിവിടെ നാരങ്ങ ഇതിലൂടെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത പ്രോൺസ് ഞാൻ എടുത്ത് മാറ്റി. എന്നിട്ട് ഞാൻ സെയിം പാനിൽ തന്നെ വീണ്ടും ബട്ടർ ഇട്ട് കൊടുക്കുവാണ്. അത് ബട്ടർ ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ജീരകം, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. അതിനുശേഷം ചില്ലി ഫ്ലേക്സ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ വീണ്ടും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ഇതിനൊപ്പം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പാകത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നേരത്തെ എടുത്തു വെച്ച പ്രോൺസും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഉപ്പ് നോക്കിക്കോളാം. ഇതിന് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ലെമൺ ജ്യൂസും കൂടി ഒന്നും കൂടി നമ്മൾ സ്ക്വീസ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡിഷ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രിപ്പറേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ടേസ്റ്റിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അഗെയിൻ ടേസ്റ്റിംഗ് ടൈം. ആക്ച്വലി ഏട്ടൻ ഇതൊരു ടെസ്റ്റിംഗ് ടൈമും കൂടി ആണല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല സ്പൈസി ആണെന്ന് തോന്നുന്നു. ഇതിങ്ങനെ എടുത്തിട്ട് ഇത് കൊടുത്തു നല്ല എരി കൂടി പോയാടെ. ഒന്നുകൊണ്ട് ടേസ്റ്റ് ചെയ്തു. ഷാപ്പിലൊക്കെ ഇടുന്നുണ്ട്. ആണോ? ചൂട്. അടിപൊളിട്ടാ. ഇപ്പൊ ഉണ്ടാക്കിയിട്ട് ഇത്ര ടേസ്റ്റ്. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിലും കിഡിലായിട്ട് എല്ലാം കൂടെ പിടിച്ചിട്ട് അടിപൊളിയായിരിക്കും. ഇപ്പൊ തന്നെ തിന്ന് തീർക്കുമെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇത് അടിപൊളി സംഭവം, സൂപ്പർ.